മലയാള നാടക ലോകത്തെ അക്ഷരഗുരു കലാശ്രീ രാജൻ കിഴക്കനേല. കണ്ടും കേട്ടും മടുത്ത പതിവ് രചനാ സമ്പ്രദായങ്ങളിൽ നിന്നും മാറി സഞ്ചരിച്ച നാടകക്കാരൻ. മനുഷ്യ മനസ്സുകളിൽ തീക്കാറ്റ് വീശുന്ന ചിന്തകളും മുഹൂർത്തങ്ങളും ഒരുക്കി സാംസ്കാരിക കേരളത്തിന്റെ തിരിശേഷിപ്പായി മാറിയ ഒട്ടനവധി മിത്തുകളുടെയും പുരാണേതിഹാസങ്ങളെയും അരങ്ങിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഒതുക്കി നാടകകലയ്ക്ക് നവ്യമായ കാഴ്ചാനുഭവങ്ങൾ ഒരുക്കിയ നാടകരാജൻ, നമ്മുടെ സ്വന്തം രാജൻ കിഴക്കനേല. കൊല്ലം ജില്ലയുടെ തെക്കേ അതിർത്തിയായ പാരിപ്പള്ളി കിഴക്കനേല എന്ന ദേശം. കൊയ്ത്തുപാട്ടിന്റെ സംഗീതവും സർപ്പപ്പാട്ടുകളും ഉള്ളോർക്കുടത്തിന്റെ ഈണങ്ങളും പഞ്ചാക്ഷരി മന്ത്രധ്വനികളും ഉത്സവങ്ങളും ഇഴചേർന്ന് കിഴക്കനേല എന്ന കാർഷിക ഗ്രാമം. 1953 കടയിൽ വീട്ടിൽ കുഞ്ഞൻപിള്ളയുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും 4 മക്കളിൽ രണ്ടാമനായി ജനനം. വേളമാനൂർ LPS, കിഴക്കനേല നന്ദവിലാസം UPS, പകൽക്കുറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി പ്രാഥമിക വിദ്യാഭ്യാസം. പ്രീ ഡിഗ്രിയും ബിരുദവും പ്രൈവറ്റായി നേടി. മലയാളം ബിരുദത്തിനൊപ്പം ഹിന്ദി, സംസ്കൃതം എന്നീ ഭാഷകളിൽ പാണ്ഡിത്യവും നേടി. പഠനകാലം മുതൽ പാരലൽ കോളേജിൽ അധ്യാപകനായും തുടർന്ന് 1981 ആയുർവേദ വകുപ്പിൽ ഉദ്യോഗസ്ഥനുമായി. ഹൈസ്കൂൾ കാലം മുതൽ തന്നെ കഥകളും കവിതകളും നിരവധി ഏകാംഗ നാടകങ്ങളും എഴുതി തുടങ്ങി. രാജൻ സാറിൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് കവിതയിലൂടെയാണല്ലോ. അതെ. കവിതയിൽ നിന്ന് നേരെ കഥയിലേക്കും, കഥയിൽ നിന്ന് നോവലിലേക്കും, പിന്നീട് നാടകത്തിലേക്കും, അങ്ങനെ ഒരു അനുക്രമമായ സാഹിത്യ പദ്ധതിയാണല്ലോ അങ്ങ് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ? ആദ്യം ചെറിയ ചെറിയ കവിതകളിൽ തന്നെയാണ് തുടങ്ങിയത്. അത് ഉദ്ദേശം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്? സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ല, ഒരു 69-70 കാലഘട്ടത്തിൽ SSLC ഒക്കെ പാസ്സായി കോളേജിൽ പോകാൻ അന്ന് ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കോളേജിൽ പോകാതെ വെറുതെ നിന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുകയും പിന്നെ ചെറിയ ചെറിയ കവിതകൾ എഴുതുകയും പിന്നെ ചെറുകഥകൾ എഴുതുകയും അതൊക്കെ പ്രസിദ്ധീകരണത്തിന് അയക്കുമായിരുന്നു? ഇല്ല, അയക്കില്ല. അതൊക്കെ അടുത്ത കൂട്ടുകാർക്ക് കൊടുക്കും, അവർ വായിക്കും, നല്ല അഭിപ്രായം പറയും. അപ്പോൾ എന്തായാലും ആ കുട്ടിക്കാലത്ത് എനിക്കിങ്ങനെ ഒരു അഭിരുചി ഇതിനോടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം നമ്മുടെ സുഹൃത്തായ അശോക് കുമാർ തന്നെ പറഞ്ഞു, അവൻ കോളേജിൽ പഠിക്കുന്ന സമയം ഞങ്ങൾക്ക് കോളേജിൽ അവതരിപ്പിക്കാൻ ഒരു പ്രതിരൂപാത്മക നാടകം, അന്ന് അതിന് വലിയ മാറ്റമാണ്, തുടങ്ങിയ കാലം എഴുതണമെന്ന് പറഞ്ഞ് അങ്ങനെ കബന്ധങ്ങൾ എന്ന് പറയുന്നൊരു നാടകമുണ്ട്. 1977 കിഴക്കനേല ആസ്ഥാനമാക്കി സുഹൃത്തും സന്തത സഹചാരിയുമായ ശ്രീ S. അശോക് കുമാറുമായി ചേർന്ന് പ്രതിഭ തിയേറ്റേഴ്സ് എന്ന പേരിൽ ഒരു നാടക സമിതി രൂപീകരിച്ചു. ആദ്യ അവതരണമായ വാൽമീകം എന്ന നാടകത്തിന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാമ്പിശ്ശേരി അവാർഡ് നേടിക്കൊണ്ട് നാടകലോകത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു പ്രതിഭയും രാജൻ കിഴക്കനേലയും. തുടർന്ന് സൗപ്തികം, ദശാസന്ധി, രാപക്ഷി പോലും നിശബ്ദം തുടങ്ങിയ നാടകങ്ങളും പ്രതിഭ അരങ്ങിലെത്തിച്ചു. പ്രതിഭ തിയേറ്റേഴ്സിൻ്റെ 2 നാടകങ്ങളാണ് നെടുന്തൂണായി വർത്തിച്ചിരുന്നത്. ഒന്ന് ദശാസന്ധിയും മറ്റൊന്ന് രാപക്ഷി പോലും ശബ്ദവും. ഈ നാടകങ്ങൾ സംവിധാനം ചെയ്തത് അശോക് കുമാറാണ്. അതിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചുമൊക്കെ ഞാൻ ഓർക്കുന്നു. ദശാസന്ധിയിൽ പ്രധാന വേഷം ചെയ്തിരുന്നത് അശോക് കുമാറും ഇളമ്പഴന്നൂർ ശശികുമാർ സാർ. അത് കഴിഞ്ഞ് AG കുളമുട, പിന്നെ കറുത്ത കൊമരൻ എന്ന് പറഞ്ഞൊരു വേഷം, ഒരു കോമഡി വേഷം ഞാനും ചെയ്തിരുന്നു. ദീപം, സന്ധ്യാദീപം, ആട്ടവിളക്ക്, 1000 സൂര്യഗായത്രികൾ തുടങ്ങി ആദ്യകാല രചനകളായ 100 കണക്കിന് നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച
കടയിൽ വീട് എന്ന കിഴക്കനേലയുടെ എഴുത്തുപുര. കരകുളം ചന്ദ്രൻ, കുമരകൻ രഘുനാഥ്, കടക്കൽ ഗോപി, സതീഷ് സംഘമിത്ര തുടങ്ങി എത്രയോ പ്രശസ്തർ വന്നുപോയ കലയുടെ പുണ്യഗൃഹം. KT മുഹമ്മദ്, തോപ്പിൽ ഭാസി, NN പിള്ള, PK വേണുകുട്ടൻ നായർ എന്ന് പറയുന്ന നാടകരംഗത്തെ, അന്നത്തെ പ്രൊഫഷണൽ നാടകരംഗത്തെ കുലപതികൾ, അവരുടെ അതേ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ സാറും ഈ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വരുന്നത്. അതെ. അപ്പോൾ അന്നത്തെ പ്രൊഫഷണൽ നാടകരംഗത്തിൻ്റെ രീതിയും സ്വഭാവങ്ങളും സാറിൻ്റെ ഇടപെടലും അന്ന് സാറിനോടൊപ്പം വർക്ക് ചെയ്തവരെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ ഇവരുടെയൊക്കെ നാടകങ്ങൾ കണ്ട് എനിക്ക് വല്ലാതെ ആവേശം ഉൾക്കൊണ്ടാണ് ഒരു പ്രൊഫഷണൽ നാടകം കൃത്തായെങ്കിൽ എന്ന മോഹം മനസ്സിലുദിച്ചു. അപ്പോൾ അക്കാലത്താണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ദശാസന്ധി എന്നൊരു നാടകം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കളിക്കുകയും ആ നാടകം പ്രശസ്ത നടനും സംവിധായകനുമായ കരകുളം ചന്ദ്രൻ അദ്ദേഹം അത് കാണാനിട വരികയും എന്നിലെ നാടകകൃത്തിനെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വഴിയാണ് ഞാൻ കടയ്ക്കൽ ത്രിവേണിയുടെ, അപ്പോൾ അതൊരു വഴിത്തിരിവായി കടയ്ക്കൽ ഗോപി സാറ് നടത്തുന്ന ത്രിവേണി തിയേറ്റേഴ്സിന് വേണ്ടി നാടകം എഴുതിക്കാൻ കരകുളം ശുപാർശ ചെയ്യുകയും ത്രിവേണിക്ക് വേണ്ടി ഞാൻ എഴുതിയ നാടകമാണ് രഥം. അത് കരകുളം സംവിധാനം ചെയ്തപ്പോൾ അത് നാടകം ഗംഭീരമായി നല്ല ഒരുപാട് വേദികളിൽ കളിച്ചു. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നു വരാൻ ഉള്ള അവസരമുണ്ടായി. അത് കഴിഞ്ഞ് ദീപം സന്ധ്യാദീപം എന്നൊരു നാടകം കരകുളം ചന്ദ്രനൊക്കെ അഭിനയിക്കുന്ന കൊല്ലം അനശ്വരയ്ക്ക് വേണ്ടി എഴുതി. അതും നല്ല അഭിപ്രായം കിട്ടി. അപ്പോഴാണ് അയിലം ഉണ്ണികൃഷ്ണൻ്റെ വരവ്. കഥാപ്രസംഗം തുടങ്ങി 10ാമത്തെ വർഷം. അപ്പോൾ കേരളത്തിലെ പല ഗാന്ധിയന്മാരും നാടക ട്രൂപ്പ് കൂടി തുടങ്ങുന്നൊരു സമയമായിരുന്നു. ഞാനും വിചാരിച്ചൊരു നാടക ട്രൂപ്പ് തുടങ്ങാം. അങ്ങനെ തുടങ്ങിയ നാടക ട്രൂപ്പായിരുന്നു അതുല്യ, തിരുവനന്തപുരം അതുല്യ. ആദ്യത്തെ നാടകം രംഗപ്രവേശം, രണ്ടാമത്തെ നാടകം ഒരു കൊയ്ത്തുപാട്ടിൻ്റെ സംഗീതം. മലയാള നാടകവേദിയിൽ അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളെയും ഭേദിച്ചുകൊണ്ട് 372 നാടകം ഒരു വർഷം കളിക്കാൻ ഭാഗ്യമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് ചില സാങ്കേതിക കാരണങ്ങൾ, ചില ട്രൂപ്പിനകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് മൊത്തത്തിൽ എല്ലാവരെയും ഒക്കെ ഒന്ന് മാറ്റേണ്ടതായി വന്നു. അപ്പോൾ ഞാനൊരു പുതിയ നാടകൃത്തിനെ തിരക്കി. അപ്പോഴാണ് ഞാൻ രാജൻ കിഴക്കനേല എന്ന പേര് കേൾക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കടയ്ക്കൽ ത്രിവേണി എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടി ഒരു നാടകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ പോയി കണ്ടു. അന്ന് ആ നാടകം സംവിധാനം ചെയ്തത് കരകുളം ചന്ദ്രനായിരുന്നു. ചന്ദ്രൻ തന്നെയാണ് ഈ പേര് എന്നോട് പറഞ്ഞു തന്നത്. എന്തായിരുന്നാലും രാജനെ ഞാൻ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കൂട്ടിക്കൊണ്ടു വന്നു. എൻ്റെ ക്യാമ്പിലിരുത്തി നാടകം എഴുതിച്ചു. അങ്ങനെയായിരുന്നു ഏറ്റവും ശക്തമായ നാടകം ആരവം മുഴക്കുന്ന കാട്ടുപക്ഷികൾ. ജാതിക്കും മതത്തിനുമെതിരെയുള്ള ശക്തമായ ഒരു പ്രമേയമായിരുന്നു. 1988 രാജൻ മാഷുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് അയിലം ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ വെച്ച്. ഞാനും ശ്രീ രാജനും കിഴക്കനേലയും ചേർന്ന് ആദ്യത്തെ നാടകം ആരവം മുഴക്കുന്ന കാട്ടുപക്ഷികൾ, ആ നാടകം വിജയകരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ കൊച്ചിൻ സംഘമിത്രയുടെ നാടകത്തിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിനെ എറണാകുളത്തേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ കൊച്ചിൻ സംഘമിത്രയ്ക്ക് വേണ്ടി അദ്ദേഹം രചിച്ച നാടകമാണ് 1000 സൂര്യഗായത്രികൾ. ഇതെല്ലാം അവാർഡുകൾ കിട്ടിയ നാടകം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അമൃത TV-ക്ക് വേണ്ടി കൃഷ്ണകൃപാസാഗരം സീരിയൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയപുത്രൻ പാർത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അക്ഷരാലയം. ഭാര്യയും മകളും മരുമകനും പേരക്കുട്ടിയും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം അക്ഷരാലയത്തിൽ അരനൂറ്റാണ്ടു പിന്നിടുന്ന കലാസപരിയുടെ തിരക്കിലാണ് രാജൻ കിഴക്കനേല. സന്തോഷവും സമാധാനവും നൽകുന്ന കുടുംബത്തിൻ്റെ ഒത്തുചേരലുകൾ രചനയുടെ പുതിയ ഭാവതലങ്ങൾക്ക് എന്നും പ്രേരകമാവുന്നു.
സാറ് സ്വന്തം നാടുകൾക്ക് വേണ്ടി കവിതയും ഗാനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതെ ഇല്ലേ? അതെ. അതല്ലാതെ കണ്ട് സ്വതന്ത്ര കവിതകളായിട്ട് എഴുതിയ കവിതകൾ ഉണ്ടല്ലോ, ഉണ്ട്. അത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ആ, ഏതാണ്? നോവലിസ്റ്റ് PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ വായിച്ചപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായി ഞാൻ ഒരു കവിത എഴുതി. എന്താണ് അതിൻ്റെ? അതായത് ദ്രൗപദിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സുപ്രധാന സംഭവങ്ങളെ നോവലിസ്റ്റിൻ്റെതായ വീക്ഷണത്തിലൂടെ വിവരിക്കുന്നതാണല്ലോ. അതായത് കർണൻ അവരെ ഉറക്കം കെടുത്തുന്നുണ്ട്, പലപ്പോഴും ഉറക്കം കെടുത്തുന്നുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളും വായിച്ചപ്പം ദ്രൗപദിയെക്കുറിച്ചൊരു കവിത എഴുതണമെന്ന് തോന്നി. അങ്ങനെ എഴുതിയ കവിതയാണ് ദ്രൗപദി. അതാണ് അതിൻ്റെ പേര്, ദ്രൗപദി. രാജസഭയിൽ അഴിഞ്ഞ കാർകൂന്തലിൻ മാലക്കിടയിൽ ജ്വലിക്കും മുഖവുമായി നീതിശാസ്ത്രങ്ങളെ കേളികൊട്ടിച്ച ഭിഞ്ചരന്മാരെ ഞെട്ടിച്ച വീരരജസ്വല, ധർമ്മത്തെ രക്ഷിച്ച വീരരാം നാഥരെ ധർമ്മപത്നി പദസ്ഥാനത്തിരിക്കുവാൻ കൈനിലയൊത്തഞ്ചു മക്കളെരിഞ്ഞോരു കർമ്മഫലം വിലങ്ങിട്ടോരു ദ്രൗപദി. കേരളത്തിലെ പ്രൊഫഷണൽ നാടക പ്രസ്ഥാനത്തിന് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു നാമധേയമാണ് രാജൻ കിഴക്കനേല എന്നുള്ളത്. ശ്രീ കരകുളം ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വലിയ സംവിധായകനോടൊപ്പം രാജൻ കിഴക്കനേല നാടക പ്രവർത്തനം നടത്തിയ ആ ഒരു കാലമായിരുന്നു എനിക്ക് തോന്നുന്നത് രാജൻ കിഴക്കനേല എന്ന് പറയുന്ന ആ നാടകത്തിൻ്റെ ഒരു സുവർണ കാലം. എല്ലാം ഹിറ്റായ നാടകങ്ങൾ, എത്രയോ നാടകങ്ങൾ. അവരോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ആവശ്യപ്പെടുന്ന രംഗപശ്ചാത്തലങ്ങൾ ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഞാൻ എന്നും വളരെ നന്ദിപൂർവ്വം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. ഞാറുറച്ചാൽ ചോറുറച്ചു എന്ന ആപ്തവാക്യത്തെ മുറുകെ പിടിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ മാതൃകയാക്കി പ്രകൃതിയുടെ വീണ്ടെടുക്കൽ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് ഒരു കുടുംബകഥയിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് നിറയോ നിറ എന്ന നാടകത്തിലൂടെ 2002 ഏറ്റവും മികച്ച രചനയ്ക്കുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം കിഴക്കനേലയെ തേടിയെത്തി. രാജൻ കിഴക്കനേല മലയാളത്തിലെ ഏറ്റവുമധികം പ്രചാരം നേടിയ നാടകകർത്താക്കളിൽ ഒരാളാണ് എന്നെനിക്കറിയാം. 200ഓളം നാടകങ്ങളുടെ കർത്താവ്. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡ് നേടിയിട്ടുണ്ട്. അത് നിറയോ നിറ എന്ന നാടകമാണ്. അന്ന് അതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയിൽ ഒരംഗമായിരുന്നു എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. അന്ന് അദ്ദേഹം അവതരിപ്പിച്ച നാടകം നിറയോ നിറ ഇന്ന് ഒരു പ്രവചനം പോലെ നമ്മുടെ നഗരങ്ങളിൽ നാം കാണുന്നു. കാടും മരങ്ങളും വെട്ടിത്തെളിച്ച് അവിടെ ഉന്നത സൗധങ്ങൾ വെച്ചതിൻ്റെ ഫലമായി നാം ധാരാളം കാലാവസ്ഥാപരമായ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഇന്ന് നേരിടുകയാണ്. ഇനിയുള്ള കാലം നെല്ലും നെൽകൃഷിയൊക്കെ നഷ്ടത്തിൽ കലാശിക്കാൻ പോവാ. ഏതായാലും നമ്മുടെ സ്നേഹത്തിന് ഔസേൻ മാപ്പിളയുടെ ഉപദേശം കാണിച്ച് കുറെ നിലം നികത്തി റബ്ബർ വെക്കാൻ തീരുമാനിച്ചു. നെല്ലിന്റെ സ്ഥാനത്ത് റബ്ബറോ? ഇതെന്ത് കാലമാണ് തമ്പുരാനെ? 2 നാടകമേ ഞാൻ സാറിൻ്റെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് പാഴൂർ പടിപ്പുര, ഗുരുവായൂർ ബന്ധുരയ്ക്ക് വേണ്ടിയായിരുന്നു ആ നാടകം സാറ് സെറ്റ് ചെയ്തത്. എരിയുന്ന സിഗരറ്റ് പോലെ പുകയുന്ന മനസ്സായിരുന്നു സാറിൻ്റെ മനസ്സ്. ഓരോരോ നാടകം ചെയ്യുമ്പോൾ പുകച്ച് തള്ളുന്ന പുകച്ചുരുളുകൾക്കിടയിൽ ചിന്തയുടെ വലിയ വേലിയേറ്റം ഉണ്ടാവാറുണ്ട്. വല്ലാത്ത ഭാവരൂപങ്ങൾ കൈമാറ്റം വരാറുണ്ട്. പിന്നെ ഒരു നാടകത്തിന് ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കുകയല്ല. അപ്പം എൻ്റെ ഉദാഹരണത്തിന് ഈ നിറയോ നാടകത്തിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കുട്ടപ്പച്ചാരെന്നാണ്.
ഞാൻ ശിവജീൻ്റെ അസിസ്റ്റൻ്റായി നിൽക്കുകയും ശിവജി പിന്നെ അടുത്തൊരു വലിയ ആ ജന്മീനെ ചൂഷണം ചെയ്ത് പിന്നെ ഞാൻ വലിയ ആളാവുകയും ചെയ്യുന്ന ഈ ജന്മീനെയൊക്കെ നശിപ്പിച്ച അവസ്ഥ ഞാൻ വലിയ ആളാവുക. അപ്പോൾ ആളാകുമ്പോൾ നമ്മുടെ പണ്ട് സിനിമയിൽ ശങ്കരാടിയിട്ട പോലെ ഒരു വള്ളി ടൗസർ ഇട്ടിട്ടാണ് ഞാൻ വരുന്നത്. അതിൽ എൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ എന്ന് പറയപ്പെടുന്നത് അത് ഏറ്റവും രസകരമായതാണ്. നമ്മുടെ ഈ പാടത്ത് ഈ കാളകളെ പൂട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഹൈ ഹൈ ഔ ഔ ഔ, ഇതാണ് ആ ഫോണിൻ്റെ റിംഗ് ടോൺ. അങ്ങനെ ഒരു കോമഡി. സാറ് 1980 മുതൽ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വിദഗ്ധ സമിതികൾക്ക് എഴുതി കൊടുത്തു. അതെ, അത് കേരളത്തിലുടനീളം കളിക്കുകയും ചെയ്തു. അതെ, അങ്ങനെ ഇരിക്കെ ആണല്ലോ അക്ഷരകലയുടെ രൂപീകരണം. അതെ. അത്തരം ഒരു സമിതി രൂപീകരിക്കാനുള്ള പശ്ചാത്തലം എന്താണ്? അന്ന് കൂടെ സഹകരിച്ചവരാരാണ്? അന്നത്തെ പ്രധാന നാടകങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുക. പ്രധാനമായും അങ്ങനൊരു സമിതി രൂപീകരിക്കാൻ കാരണം ഈ നിലം കൃഷി ഇവിടെ അന്ന് ശോച്യാവസ്ഥയിലായിരുന്നു. അത് വീണ്ടും തിരിച്ചു വരണം, ഇവിടെ നിലകൃഷി നിലനിൽക്കണം എന്ന ഒരു അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. ആ വിഷയത്തെ സംബന്ധിച്ചൊരു നാടകത്തിനെക്കുറിച്ച് ഞാൻ പല വലിയ സമിതിക്കാരോടും പറഞ്ഞെങ്കിലും അവർക്കാർക്കും ആ നാടകം താല്പര്യം ഉണ്ടായില്ല അവതരിപ്പിക്കാൻ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് എഴുതി ഒരു സ്വന്തം സമിതി രൂപീകരിച്ച് അതിലൂടെ അത് അവതരിപ്പിക്കുകയായിരുന്നു. അതാണ് അക്ഷരകല. അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടായത്. അത് ആദ്യം അവതരിപ്പിച്ച നാടകം കിം കരണീയമായിരുന്നു. അതാണ് ദേശീയ തലത്തിൽ. അത് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചു. ഹിന്ദുവിൽ അതിനെക്കുറിച്ച് വാർത്ത വന്നു, വൻ വിജയമായിരുന്നു. അതിനുശേഷമാണ് നിറയോ നിറ എന്ന പേരിൽ ഈ കാർഷിക പ്രശ്നം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ നാടകം എഴുതിയത്. അതിലെ പ്രധാന നടന്മാർ ചേമഞ്ചേരി നാരായണൻ നായർ, മീനമ്പലം സന്തോഷ്, കവടിയാർ സുരേഷ് തുടങ്ങിയ പ്രമുഖ നടന്മാരാണ് അത് ആ നാടകത്തിൽ അഭിനയിച്ചത്. അപ്പോൾ ആ നാടകം സ്റ്റേറ്റ് അവാർഡിന് വന്നപ്പോൾ എനിക്ക് മികച്ച രചയിതാവിൻ്റെ അവാർഡ് കിട്ടി. അങ്ങനെയാണ് എനിക്ക് ആദ്യമായി മികച്ച നാടകകൃത്തിൻ്റെ അവാർഡ് കിട്ടുന്നു. ഇപ്പോൾ അക്ഷരകല മീനമ്പലം സന്തോഷം എന്ന് പറയുന്ന നടൻ ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ, ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു, അദ്ദേഹമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അഭിനേതാവെന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും ജനകീയ നാടകവേദിക്ക് ശ്രീ രാജൻ കിഴക്കനേല പരിചയപ്പെടുത്തിയ ഒരു എളിയ കലാകാരനാണ് മീനമ്പലം സന്തോഷ് എന്ന ഞാൻ. അദ്ദേഹം സംവിധാനം ചെയ്ത 20ഓളം നാടകങ്ങൾക്ക് സഹസംവിധാനമായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം രചന നിർവഹിച്ച 25-ൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച നാടകത്തിനുള്ള 1ാം സ്ഥാനം അദ്ദേഹത്തിന്റെ 3 നാടകങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ, കതിവനൂർ വീരൻ, മതിലേരിക്കന്നി. ഈ 3 നാടകങ്ങളും സംവിധാനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. രാജൻ കിഴക്കനേല രചന നിർവഹിച്ച മതിലേരിക്കന്നി എന്ന നാടകം ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിലും അദ്ദേഹം രചന നിർവഹിച്ച ചരന്താസ് ചോർ എന്ന നാടകം നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിലും അവതരിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ചരിത്ര പുരുഷന്മാരെയും പുരാണ കഥാപാത്രങ്ങളെയും ഒക്കെ മലയാള നാടക പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിൽ രാജൻ കിഴക്കനേലയുടെ പങ്ക് വിലപ്പെട്ടതാണ്. 2009 തീറ്ററപ്പായുടെ കഥ പറഞ്ഞ ബിഷപ്പിന്റെ പുത്രൻ എന്ന നാടകത്തിലൂടെ 2ാമത് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 2010 കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിച്ച സഹനം മാത്രമല്ല സഖാവേ പ്രണയം സമരം കൂടിയാണ് എന്ന സന്ദേശം നൽകിയ രമണൻ എന്ന നാടകവും, അക്ഷരകല അവതരിപ്പിച്ച ഭക്തകവി പൂന്താനം എന്ന നാടകവും 3ാമത് സംസ്ഥാന പുരസ്കാരത്തിനും അദ്ദേഹത്തെ അർഹനാക്കി. നാടകമേഖലയിലെ 30 വർഷത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2013 കലാശ്രീ പുരസ്കാരം നൽകി കേരള സംഗീത നാടക അക്കാദമി അദ്ദേഹത്തെ ആദരിച്ചു. ജ്ഞാന ഗാലപ്പോൾ അവാർഡ്, തൃശൂർ ടാസ്കിൻ്റെ പുരസ്കാരം, EMS സാംസ്കാരിക വേദി അവാർഡ് തുടങ്ങി 300-ൽ പരം പ്രാദേശിക അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. കോട്ടയത്ത് തമ്പുരാൻ എന്ന നാടകം അദ്ദേഹത്തിൻ്റെ രചനയാണ്. ആ നാടകം അതിഗംഭീരമായ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. നാടകം അതിഗംഭീരമായി. അതിൽ കഥകളി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ഭഗവതം എന്നാണ്. ആ ഭഗവതം കഥകളി കമ്പോസ് ചെയ്യാൻ സഹായിച്ചത്, സംവിധാനം ചെയ്തത് എന്നല്ല, അത് സഹായിച്ചത് ഞാനാണ്. സന്തോഷമാണ്, അതായത് മീനമ്പലം സന്തോഷമാണ് സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്ന കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
ഏതായാലും അദ്ദേഹത്തിനെ അങ്ങേയറ്റം ഉത്സാഹത്തോടു കൂടി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഇനിയും പ്രോത്സാഹനത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ പോലും ഈ പുരസ്കാരങ്ങൾ ധാരാളം കൊടുക്കാനും അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തുകൊണ്ട് ധാരാളം നാടകങ്ങൾ എഴുതാനും അത് സംവിധാനം ചെയ്യാനും ആ രചന അങ്ങേറ്റം വിജയിപ്പിക്കാനും എല്ലാവരും ഉത്സുകരായി മുന്നോട്ട് വരാൻ തയ്യാറാവണം എന്ന് ഞാൻ എൻ്റെ എളിയ മനസ്സുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സാറിൻ്റെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി പ്രശസ്തരായ പലരും ഉണ്ടല്ലോ, അവർ പിന്നീട് ടെലിഫിലിമിലേക്കും സീരിയലിലേക്കും വന്ന സിനിമയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നു. അവരെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാവോ? അങ്ങനെയുള്ള ഒട്ടേറെ പേരുണ്ട്. എങ്കിലും പ്രധാനമായിട്ടും പറയാനുള്ളത് ഗുരുവായൂർ ശിവജി. ശിവജി ഗുരുവായൂർ. അദ്ദേഹം എൻ്റെ അമ്മ ഒരു മഹാകാവ്യം എന്ന നാടകത്തിൽ മെയിൻ വേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ വേഷം സംവിധായകനായ ലാൽ ജോസ് കാണുകയും ഇദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതകൾ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഒരു അറബിക്കഥ എന്ന സിനിമയിൽ മെയിൻ വില്ലനായിട്ട് ശിവജിയെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ശിവജിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രാജൻ കിഴക്കനേല എന്ന നാടക ആചാര്യൻ എനിക്ക് ഗുരുനാഥൻ മാത്രമല്ല പിതൃതുല്യൻ എന്ന് വരെ പറയാവുന്നതാണ്. ഞാൻ ഒട്ടേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാജൻ കിഴക്കനേലയുടെ നാടകങ്ങൾ കണ്ട് ഭ്രമിച്ചിട്ടാണ് ഒരുപക്ഷെ ഞാൻ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നത് എന്ന് പറയാം. നിറയോ നിറ എന്ന ഒരു കർഷക കഥാപാത്രത്തെ എനിക്ക് നിർമ്മിച്ചു തന്നത് രാജൻ കിഴക്കനേലയായിരുന്നു. അതിനുശേഷം പാഴൂർ പടിപ്പുര, ഗുരുവായൂർ ബന്ദുരയുടെ പാഴൂർ പടിപ്പുര എന്ന നാടകത്തിലെ ഉള്ളമടയാൻ എന്ന കഥാപാത്രം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിലായി അഭിനയിച്ച അമ്മ ഒരു മഹാകാവ്യം എന്ന നാടകത്തിലെ രാജു എന്ന കഥാപാത്രം, ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സിനിമയിലേക്ക് അവസരം കിട്ടിയത്. പിന്നെ മറ്റൊരു നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയത്ത് തമ്പുരാനിൽ അഭിനയിച്ച സന്തോഷ് കീഴാറ്റൂർ എന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഇടവേള വരെ മന്ദബുദ്ധിയായ ഒരു തമ്പുരാനും ഇടവേളയ്ക്ക് ശേഷം 4 കഥകളി രചിച്ച വളരെ നിലവാരമുള്ള വലിയ ബൗദ്ധികമായിട്ടൊക്കെ ഉന്നത നിലവാരത്തിലെത്തിയ കോട്ടയത്ത് തമ്പുരാനായി. അപ്പം ദൊന്ന വ്യക്തിത്വം, ഈ ദൊന്ന വ്യക്തിത്വത്തെ അതിമനോഹരമായി ആ നടൻ ചെയ്ത് ആണ് പകർന്നാടിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സിനിമാക്കാർ കാസ്റ്റ് ചെയ്തതും പുലിമുരുകനിൽ മോഹൻലാലിൻ്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടിയതും അദ്ദേഹം തുടർന്ന് മിക്കവാറും പടങ്ങളിലെല്ലാം ഉണ്ട്. എൻ്റെ ജീവിതം വഴിതിരിച്ചു വിട്ട ഒരു നാടകമാണ് കോട്ടയത്ത് തമ്പുരാൻ. 2006 ആ നാടകം സ്റ്റേജിലെത്തിയത്. 2006 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും അതെനിക്ക് തന്നത്, എൻ്റെ കോട്ടയത്ത് തമ്പുരാനെ എനിക്ക് സമ്മാനിച്ചത് പ്രിയപ്പെട്ട രാജൻ കിഴക്കനേല മാഷാണ്. അതുകൊണ്ട് തന്നെ എന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം രാജൻ കിഴക്കനേല മാഷക്ക് ഉണ്ടാവും. പിന്നെ ഒരു നടൻ്റെ കാര്യം പറയുന്നെങ്കിൽ അത് AK ആനന്ദാണ്. അദ്ദേഹം എൻ്റെ നാടകങ്ങളിലൂടെയാണ് പ്രസിദ്ധനായത്. നല്ല കഴിവുള്ളൊരു നടനാണ് അദ്ദേഹം. സിനിമയിൽ ഇന്ന് സജീവമായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ നടിമാരെക്കുറിച്ച് പറയാമെങ്കിൽ റോസലിൻ എന്നൊരു നടി, അതുപോലെ തന്നെ ഈ വിജയകുമാരി എന്ന നടി എൻ്റെ വാസവദത്ത, മാക്കപ്പോതി, ഈ വേഷങ്ങളൊക്കെ 2 മെയിൻ വേഷങ്ങൾ ചെയ്തതോടുകൂടി അവർ സിനിമാ നടിയായി. അവർ പിന്നെ മുരളി അഭിനയിച്ച പുറപ്പാടെന്ന സീരിയലിൽ എൻ്റെ ശുപാർശ പ്രകാരമാണ് അവർ ആദ്യമായിട്ട് വരുന്നത്. ഒരു പുരുഷന്റെ ജീവിത വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടാവും എന്ന ആപ്തവാക്യം ശരിയെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഏതൊരു സ്ത്രീ പീഡന കഥയ്ക്ക് പിന്നിലും ഒരു സ്ത്രീയുടെ കരങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് മാക്കപ്പോതി എന്ന നാടകത്തിലൂടെ പതിറ്റാണ്ടുകൾക്ക് മുന്നേ പറഞ്ഞ വാക്കുകൾ ഇന്നും കാലിക പ്രസക്തിയുള്ള സന്ദേശമായി നിലനിൽക്കുന്നു. ഒരു കലാകാരന്റെ കാലത്തിനു മുമ്പേയുള്ള പ്രയാണത്തിന്റെ ബാക്കി പത്രം. രാജൻ കിഴക്കനേല, ആ പേര് കേൾക്കാത്ത മലയാളികൾ ചുരുക്കമാണ്. എനിക്ക് സാറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് വാങ്ങിത്തന്നത് സാറിൻ്റെ നാടകത്തിലൂടെയാണ്.
സാർ എഴുതി തന്ന മാക്കപ്പോതി എന്ന നാടകത്തിലെ മാക്ക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. സാറിൻ്റെ 2 നാടകം അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഒരു സീരിയലും അഭിനയിച്ചു, സ്വാമി അയ്യപ്പൻ. നാടകങ്ങൾ 2 മാക്കപ്പോതിയും വാസവദത്തയും. ഗംഭീര വേഷമായിരുന്നു 2ലും. ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് വാസവദത്ത. കാരണം അതുപോലാണ് അതിൻ്റെ ആ കഥാപാത്രത്തെ സാറ് എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് ഇന്നും കൊതി തീർന്നിട്ടില്ല ആ കഥാപാത്രം ചെയ്ത്. സാറിന് ലോകമെങ്ങും പ്രേക്ഷകരുണ്ടല്ലോ. അതായത് മലയാളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ നമ്മുടെ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അത്തരം നാടകാനുഭവങ്ങൾ എന്തായിരുന്നു? അത്തരം നാടകാനുഭവങ്ങളെക്കുറിച്ച് പറയാമെങ്കിൽ എൻ്റെ നാടകങ്ങൾ ലണ്ടനിലാണ് കൂടുതൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത്. അപ്പോൾ ലണ്ടൻ ശശി, അതായത് കുളമടയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. കുളമട ശശി എന്ന് പറയുന്ന നാടക ആസ്വാദകനും സംവിധായകനും നടനും ഒക്കെ ആയ അദ്ദേഹം എൻ്റെ നാടകങ്ങൾ, ഇവിടെ ക്ലിക്കാകുന്ന നാടകങ്ങൾ അവിടെ അവതരിപ്പിക്കും, വാങ്ങിക്കൊണ്ടുപോയി അവിടെ മലയാളികളെ കൊണ്ട് അവതരിപ്പിക്കും. അത് ചിലതൊക്കെ 3, 4, 5 പിന്നെ വേദികൾ അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ മറ്റൊരു നാടകം അവതരിപ്പിക്കും. ഇതാണ്. അപ്പോൾ അങ്ങനെ 12 മക്കളെ പെറ്റരമ്മ, ആര്യവൈദ്യൻ, വയസ്കര മൂസ്, നിറയോ നിറ, ആര്യവൈദ്യൻ, വയസ്കര മൂസ്, നിറയോ നിറ, ഇങ്ങനെ തുടങ്ങി 6-7 നാടകങ്ങൾ അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാളിദാസ കലാകേന്ദ്രം രമണൻ എന്ന് പേരായ എൻ്റെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബോംബെയിൽ കൊണ്ടുപോയി ബോംബെയിലും പരിസര പ്രദേശത്തുമായി 10-18 വേദികൾ അവതരിപ്പിക്കുകയുണ്ടായി. നാടകരചന സംവിധാനം രാജൻ കിഴക്കനേല ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഉത്സവവേദികളിൽ മുഴങ്ങിക്കെട്ടിരുന്ന ഒരു നാമധേയമാണിത്. അതായത് മലയാള നാടകവേദിയിലെ പ്രശസ്തനും പ്രതിഭാധനനുമായ നാടകകൃത്ത് ശ്രീ രാജൻ കിഴക്കനേല. രാജൻ സാറിൻ്റെ നാമധേയം UK എല്ലാവർക്കും അറിയപ്പെടുന്ന ഒന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 10ഓളം നാടകങ്ങളാണ് UK വിവിധ നാടക സമിതികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നാടകം അവതരിപ്പിക്കുന്നത് 1989 മലയാളി അസോസിയേഷൻ ഓഫ് ദി UK നാടക വിഭാഗമായ ദൃശ്യകലയാണ്. വട്മീകം, തുടർന്ന് 12 മക്കളെ പെറ്റരമ്മ, വരിക ഗന്ധർവ ഗായിക, ആര്യവൈദ്യൻ, വയസ്കര മൂസ്, കുഞ്ചൻ നമ്പ്യാർ, നിറയോ നിറ എന്നീ നാടകങ്ങളാണ് ദൃശ്യകലയ്ക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ 4ഓളം നാടകങ്ങൾ എനിക്ക് സംവിധാനം ചെയ്യുവാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള എഴുത്തുകാരനായി നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് രാജൻ കിഴക്കനേലയുടെ രംഗപ്രവേശം. നാടകരംഗത്ത്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകരംഗത്ത്, അതിലും പ്രത്യേകിച്ച് നാടകരചനാരംഗത്ത് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ശ്രീ രാജൻ. പ്രൊഫഷണൽ നാടകത്തിൽ അദ്ദേഹം വേരൂന്നി നിന്നില്ല. ആ സമയത്ത് തന്നെ അദ്ദേഹം സീരിയൽ രംഗത്ത് സജീവമായി തുടങ്ങി. സമാന്തരമായി ബാലയങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. എന്ന് വേണ്ട ദൃശ്യകലയായ നാടകത്തിനും നൃത്തത്തിനും സിനിമയ്ക്കും സീരിയലിനുമൊക്കെ മനോഹരമായ രചനകൾ നടത്തി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു അത്ഭുത മനുഷ്യൻ തന്നെയാണ് രാജൻ കിഴക്കനേല. കഥാനായകൻ, ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം, കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നീ സിനിമകൾ രാജസേനൻ, മണി ഷൊണ്ണൂർ, രാജൻ കിഴക്കനേല കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റുകളായിരുന്നു. രാജൻ കിഴക്കനേല പ്രൊഫഷണൽ നാടകരംഗത്തെ എഴുത്തിൻ്റെ ഒരു ആചാര്യൻ എന്ന് തന്നെ പറയാം. അപ്പം ഞാനും ഒക്കെ ഈ ഓർക്കസ്ട്രയായിട്ട് നടക്കുന്ന കാലഘട്ടം, അച്ഛൻ്റെ കൂടെ ഡാൻസ് പ്രോഗ്രാമിന് നടക്കുന്ന കാലഘട്ടം, അപ്പം മുതൽ കേട്ട് തുടങ്ങിയ വളരെ പരിചയമുള്ളൊരു പേരാണ് രാജൻ കിഴക്കനേല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്റ്റേജ് പരിപാടിയൊക്കെ മതിയാക്കി സിനിമയിലേക്ക് പോയി. സിനിമ പഠിച്ചു, സിനിമാ സംവിധായകനായി. 7-8 സിനിമ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അനുജൻ AR കണ്ണൻ ഒരു നാടക ട്രൂപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ കണ്ണൻ പറഞ്ഞിങ്ങനെ രാജൻ കിഴക്കനേലയാണ് നാടകം എഴുതുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത്
നല്ലൊരു കാര്യമാണല്ലോ. അങ്ങനെ കണ്ണൻ്റെ ക്യാമ്പിൽ വെച്ച് ഞാൻ രാജൻ കിഴക്കനേലയെ പരിചയപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് മണി ഷൊർണൂർ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്, അദ്ദേഹം ടെലിഫോൺസിലൊരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അദ്ദേഹം വന്നിട്ട് എന്നോടൊരു ത്രെഡ്, ഒരു 4-5 സെൻറ്റൻസിൽ പറയാവുന്നൊരു ത്രെഡ് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സാധ്യത എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു ഗംഭീരമായ സിനിമ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പ്രമേയമായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്ക് ഈ രാജേണ്ണൻ്റെ പേരും മുഖവും എഴുത്തും ഒക്കെ ഓർമ്മ വന്നു. അപ്പം ഞാൻ ഒന്നും ആലോചിക്കാതെ മണിസാറിൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്കിതിനകത്ത് രാജൻ കിഴക്കനേല എന്ന നാടകകൃത്തിനെ കൂടെ ഇരുത്തിയാലോ. ഉടനെ തന്നെ മണിസാർ, സാധാരണ മണിസാർ ചില കാര്യങ്ങൾ സമ്മതിക്കുന്ന ആളല്ല, പക്ഷേ രാജൻ്റെ പേര് പുള്ളിക്ക് നന്നായിട്ട് അറിയാം, നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. പുള്ളി പറഞ്ഞ് കൊള്ളാം, ഈ കഥയ്ക്ക് പറ്റിയ ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടി ഇരിക്കാം. അപ്പോൾ ആ സിനിമ ഏറ്റെടുക്കാൻ ഒരു പ്രൊഡ്യൂസർ, കോട്ടയത്തുള്ളൊരു സാഷ അലാനി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കഥയൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ വർക്കല, ഞാനും മണിസാറും രാജണ്ണനും കൂടെ പോയി അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ സാധാരണക്കാരെ പോലെ തട്ടുകടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് കഥ ഡിസ്കസ് ചെയ്യാനിരിക്കും. അത് കഴിഞ്ഞ് പതുക്കെ ബീച്ചിലോട്ട് നടക്കും. വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ബീച്ചിൽ പോയിരുന്ന ദിവസങ്ങളുണ്ട്. കാരണം തലേദിവസം നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ശരിയാവാതെ ടെൻഷനായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് 3 പേരും കൂടെ എണീറ്റ് ബീച്ചിൽ ചെന്ന് ആരണ്ട വെളിച്ചത്തിലിരുന്നു കൊണ്ട് കഥ ചർച്ച ചെയ്യുക. ഇടയ്ക്ക് വഴക്കമൊക്കെ കൂടും കേട്ടോ. 3 പാത്രമായിട്ട് പിരിയും. 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്നിക്കും. ഇങ്ങനെ സഹോദരങ്ങളെപ്പോലെ, സുഹൃത്തുക്കളെപ്പോലെ ഇരുന്ന് അധ്വാനിച്ചെടുത്തതാണ് കഥാനായകൻ എന്ന് പറയുന്നതിൻ്റെ തിരക്കഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം, അതും ഞങ്ങൾ 3 പേരും കൂടെ തന്നെ, അതും സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ മണിസാറ് ഒക്കെ തിരക്കായി. ഇവരെല്ലാം, രായണ്ണന് വേറെ ഏതോ സിനിമയുടെ ഓഫറൊക്കെ വന്നു. രായണ്ണൻ പിന്നെ ഇടയ്ക്ക് നാടകം എഴുതാൻ പോയി. അപ്പോഴാണ് ഞാൻ ഈ ഒരു പോലീസ് ഓഫീസറുടെ, പാടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥ സിനിമയാക്കാനായിട്ട് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറഞ്ഞ സിനിമ. അപ്പം മണിസാറ് ബിസി. അങ്ങനെ രാജേണ്ണനെ മാത്രം വിളിച്ചിട്ട് ഞാൻ രാജേണ്ണനും കൂടെ ഇരുന്നാണ്, എൻ്റെ തന്നെയാണ് അതിൻ്റെ കഥ, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ 3-4 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ചെയ്ത എല്ലാ സിനിമയും ഹിറ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത എല്ലാ സിനിമയും ഹിറ്റാണ്. ഞങ്ങൾ സന്തുഷ്ടരാണ്, ഹിറ്റാണ്. സാറിൻ്റെ കുഞ്ചൻ നമ്പ്യാർ നാടകം 1000-ലധികം വേദികൾ കളിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഭരതൻ അത് സിനിമയാക്കാനുള്ള പരിശ്രമം തുടങ്ങിയെന്നറിഞ്ഞു. പിന്നീട് അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? കുഞ്ചൻ നമ്പ്യാർ നാടകം ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റി. അത് ഇപ്പോഴും ആ നാടകത്തിന്, അതിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു അധ്യാപകൻ ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു. ഞാൻ ആ സ്ക്രിപ്റ്റ് കൊടുത്തയച്ചിരിക്കണം. അവർ ഡൽഹിയിൽ സ്കൂളിൽ അത് അവതരിപ്പിക്കുന്നു. എൻ്റെ സുഹൃത്തായ തോമ്പിൽ രാജശേഖരൻ്റെ ശുപാർശ പ്രകാരമാണ് വന്നത്. അപ്പോൾ ആ നാടകത്തിന് ഇപ്പോഴും ഡിമാൻഡുണ്ട്. ഭരതേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് അത് മോഹൻലാലിനെ വെച്ച് കുഞ്ചൻ നമ്പ്യാർ സിനിമ ഇറക്കണമെന്ന് തീരുമാനിക്കുകയും അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചു വരുത്തുകയും ഞങ്ങളിതിനെപ്പറ്റി സംസാരിക്കുകയും മോഹൻലാലിനെ പോയി കാണുകയും അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരുടെ വേഷമെടുക്കാൻ വളരെ താല്പര്യമെടുക്കുകയും ചെയ്തു. തുള്ളലൊക്കെ പഠിക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ അത് അനുഗ്രഹ സിനി ആർട്സിൻ്റെ ബാനറിൽ അതിൻ്റെ മുതലാളി അദ്ദേഹമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ പരസ്യം കൊടുത്തു. പത്രപരസ്യം കണ്ടപ്പോൾ തന്നെ വിവാദങ്ങൾ ഉയർന്നു. മോഹൻലാൽ കുഞ്ചൻ നമ്പ്യാരായിട്ടെടുത്താൽ ശരിയാവില്ല, കുഞ്ചൻ നമ്പ്യാരുടെ ശരീരപ്രകൃതി മോഹൻലാലിൻ്റെ ശരീരപ്രകൃതി പോലെ ആയിരുന്നില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ലാൽ ആ വേഷമെടുക്കുമ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പ്രതീതി വിരോധം ഉണ്ടാകും. കുഞ്ചൻ നമ്പ്യാർ മോഹൻലാലിനെ പോലെ തടിച്ചു ഊതിയിരുന്നെന്നാണെന്ന് കുട്ടികൾ ധരിക്കും, തലമുറ തെറ്റിദ്ധരിക്കും എന്നൊക്കെ തകഴി ശിവശങ്കരപ്പിള്ള ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം അത് പ്രസംഗിച്ചു. അത് ഇവിടുത്തെ പ്രമുഖ പത്രങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ആകെ വിവാദമായപ്പോൾ മോഹൻലാൽ ആ വേഷം ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറി. അതോടെ ഭരതേട്ടൻ മരിച്ചും പോയി, ആ പ്രോജക്റ്റും മുടങ്ങി. പിന്നെ എൻ്റെ ബിഷപ്പിൻ്റെ പുത്രൻ എന്നൊരു നാടകം, അത് ഒരു എല്ലാം കൊണ്ടും വളരെ വെറൈറ്റി ഉള്ള ഒരു സബ്ജക്റ്റായിരുന്നു.
അതും സിനിമയാക്കാൻ വേണ്ടി അത് തിരക്കഥ എഴുതി പല സുരേഷ് ഗോപി ജയറാം തുടങ്ങിയവരെയും ഒക്കെ സമീപിച്ചെങ്കിലും അത് മോഹൻലാലിന് പറ്റിയ സബ്ജക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും ചെല്ലാൻ കഴിഞ്ഞില്ല. ആ പ്രോജക്റ്റും അങ്ങനെ മുടങ്ങിപ്പോയി. അങ്ങനെ രണ്ട് സിനിമാ മോഹങ്ങളാണ് എനിക്ക് പ്രധാനമായും മുടങ്ങിപ്പോയത്. പ്രേക്ഷകന്റെ ആസ്വാദന ബോധത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളും കഥാസന്ദർഭങ്ങളും കൊണ്ട് മലീമസമായിരുന്ന സീരിയൽ രംഗത്തെ നവ്യമായ രചനാശൈലിയും കഥാസാരാംശങ്ങളും കൊണ്ട് വേറിട്ടതാക്കി മിനി സ്ക്രീനിലേക്കും തൻ്റെ വരവ് അറിയിക്കുകയായിരുന്നു രാജൻ കിഴക്കനേല. ആ കയ്യ് എക്കാലത്തും മേലെ വാഴും രാസാവായിട്ട്, ഈ കയ്യ് ആയുസ്സുള്ള കാലം ഭൂമിയിലെ വാഴും അതും രാസാവായിട്ട്. രണ്ടും നിജമാ തമ്പ്രാട്ടി, സന്ദേഹമേ വേണ്ട. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സ്വാമി അയ്യപ്പൻ എന്ന മെഗാ സീരിയലിന്റെ അഭൂതപൂർവമായ വിജയം തുടർന്നിങ്ങോട്ട് ഭക്തിരസപ്രധാനങ്ങളായ സീരിയലുകളുടെ ഒരു ഒഴുക്ക് തന്നെ സൃഷ്ടിച്ചു. കൃഷ്ണകൃപാസാഗരം, ഭാഗവതം, അഗ്നിപുത്രി, അമ്മ, സത്യം ശിവസുന്ദരം, കുമാരസംഭവം തുടങ്ങി നിരവധി സീരിയലുകളുടെ രചന നിർവഹിച്ചു അദ്ദേഹം. നാം പന്തളം മഹാരാജാവായി രാജ്യം ഭരിക്കുമെങ്കിൽ ചക്രപാണി തന്നെയായിരിക്കും എന്റെ മന്ത്രി. ഇത് സത്യം. രാജേട്ടനെ എന്നാണ് പരിചയപ്പെട്ടത് എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും ഒരു 10-30 വർഷത്തിന് മുകളിലാണ്. പക്ഷെ കൂടുതൽ അടുത്തത് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ സീരിയലിൽ വന്നപ്പോഴാണ്. അദ്ദേഹമാണ് ആ സീരിയൽ എഴുതിയത്. മെരിലാൻഡിൻ്റെ ഇതുപോലത്തെ പുരാണ സീരിയലുകളെല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പുരാണങ്ങളിലും ചരിത്രത്തിലുമൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡിത്യം, അവഗാഹമൊക്കെ അതിഭയങ്കരമാണ്. ആ 2005-ലോ 2006-ലോ ആണ് ഈ സ്വാമി അയ്യപ്പൻ ഷൂട്ടിങ്. അപ്പോൾ ആ സമയത്താണ് സീരിയലായതുകൊണ്ട് സ്ഥിരമായിട്ട് ചേട്ടൻ അവിടെ മെരിലാൻഡിൽ തന്നെ ഉണ്ട്. അപ്പം അപ്പോഴാണ് കൂടുതൽ ഒരു സ്നേഹബന്ധം ഉണ്ടായത്, നല്ലൊരു ബന്ധം ഉണ്ടായത് അപ്പോഴാണ്. വളരെ എന്താ പറയുക, ശാന്തശീലനും വളരെ സൗമ്യനും ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അദ്ദേഹം ഈ സീരിയൽ അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നിന്നിട്ട് അതിൽ നിന്ന് പാഞ്ഞിറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് അതിനകത്ത് 2-3 പേപ്പർ ഇങ്ങനെ ചുരുട്ടി പിടിച്ചേക്കും. അപ്പോൾ നമ്മളെല്ലാം അതാ ഓല വരുന്നുണ്ട് അങ്ങനെ വന്ന് പെട്ടെന്ന് കൊണ്ട് അതിങ്ങനെ ഉണ്ണിത്താൻ ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് പോവും. വീണ്ടും എഴുതാൻ പോവാണ് അടുത്ത. അപ്പം അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചില സീനുകളൊക്കെ എഴുതുന്നതിന് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്യും. എൻ്റെ അടുത്ത് 1-2 സീനുകൾ അങ്ങനെ ചെയ്യുന്ന എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നല്ല അറിവും പാണ്ഡിത്യമുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അദ്ദേഹത്തിന് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ വിശ്വകേരള കലാസമിതിയുമായിട്ടുള്ള സാറിൻ്റെ ബന്ധം എങ്ങനെയാണ്? വിശ്വകേരള കലാസമിതിയുമായിട്ടുള്ള ബന്ധമല്ല എനിക്കുള്ളത്. എന്നപിള്ള സാറിൻ്റെ മരണത്തിന് ശേഷം വിശ്വകേരള കലാസമിതി കോട്ടയം കൈരളി തിയേറ്റേഴ്സായി. അവർക്ക് വേണ്ടി ഞാൻ ഒരു നാടകം എഴുതിയിട്ടുണ്ട്. അതാണ് അമ്മ മഹാകാവ്യം. അതാണ് അമ്മ ഒരു മഹാകാവ്യം. പിന്നെ മറ്റൊരു ചോദ്യം, സീമാജി നായർ സാറിൻ്റെ ഏത് നാടകത്തിലൂടെയാണ്? സീമാജി നായർ എൻ്റെ 1000 സൂര്യഗായത്രികൾ, ആയുധപന്തയം എന്നീ നാടകങ്ങളിലൊക്കെ കൊച്ചിൻ സംഘമിത്രയിൽ വേഷം ചെയ്തിട്ടുണ്ട്. അതിൽ ആയുധപന്തയത്തിൽ തുന്തരി എന്ന ഒരു കഥാപാത്രം സീമ ചെയ്തു. സീമ ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളിലും വെച്ച് വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ഒരു വേഷമായിരുന്നു. ശക്തമായ കഥാപാത്രം, ഹാഫ് കോമഡി. അത് തന്നെയാണ്, ആ വേഷം തന്നെയാണ് സീമാജി നായരെ സീരിയലിലും സിനിമാ രംഗത്തും എത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ അവരുടെ വളർച്ചയ്ക്കൊക്കെ കാരണം ഈ വേഷം തന്നെയാണ്. അതിപ്പോൾ എന്നെ കാണുമ്പോഴും മറ്റുള്ളവരോടും സീമാജി നായർ ഇത് തുറന്ന് പറയുന്നുണ്ട്. കൊച്ചിൻ സംഘമിത്രയുടെ കന്യാകുമാരിയിലൊരു കടങ്കഥ എന്ന നാടകത്തിലൂടെയാണ് ഞാൻ നാടകരംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം ഞാൻ കുറേ നാടകങ്ങളിൽ അഭിനയിച്ചു. പക്ഷേ രാജൻ കിഴക്കനേല സാർ എഴുതിയ ആയുധപന്തയവും 1000 സൂര്യഗായത്രികളൊന്നും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന നാടകങ്ങളല്ല. ആയുധപന്തയം ഞാൻ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആയുധപന്തയത്തിലെ
തേൻ വേണോ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിലെല്ലാം ആ ഒരു കഥാപാത്രവും ആ പാട്ടും ഉണ്ടാവും. ആ പാട്ട് പാടിയതും ആ പാട്ടിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ലഭിച്ചതും എൻ്റെ ചേച്ചിക്കായിരുന്നു. അപ്പം രാജൻ കിഴക്കനേല സാറിൻ്റെ തന്നെ 2 നാടകങ്ങൾ 1000 സൂര്യഗായത്രികളിലും ആയുധപന്തയത്തിലും നല്ല നടികയ്ക്കും നല്ല ഗായികയ്ക്കുമുള്ള അവാർഡ് എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ വന്നു. പിന്നീട് രാജൻ സാറ് ഒരുപാട് സീരിയലുകളൊക്കെ എഴുതിയെങ്കിലും എനിക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എന്തുകൊണ്ടോ ഉണ്ടായില്ല. അതുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാലപ്രയാണത്തിൽ ആദ്യകാല സഹപ്രവർത്തകർ പലരും അരങ്ങൊഴിഞ്ഞു. സംഗീത സംവിധായകൻ അർജുനൻ കിഴക്കനേല, നടന്മാരായിരുന്ന കുളമട സോമൻ, KR ചന്ദ്രൻ, പകൽക്കുറി പുരുഷോത്തമൻ പിള്ള, രാഘവൻ കുളമട, രാമചന്ദ്രൻ, ഖാദികൻ സുഗുണൻ കിഴക്കനേല, തബലിസ്റ്റ് സുന്ദരൻ പിള്ള. ഇവരുടെയെല്ലാം ദീപ്തമായ ഓർമ്മകളിലൂടെ സൗഹൃദങ്ങളും ചർച്ചകളും പുതുമകൾ ഒട്ടും ചോരാതെ ഇന്നും നിലനിന്നു പോകുന്നു. എഴുത്തിൻ്റെ ഇടവേളകളിൽ എപ്പോഴും തൻ്റെ നാട്ടിലെ ഏതൊരു വിശേഷങ്ങളിലേക്കും ഓടിയെത്തുന്ന, നാടിനെയും നാട്ടുകാരെയും ഗ്രാമീണ വിശുദ്ധിയെയും ഹൃദയത്തിൽ സൂക്ഷിച്ച നന്മയുള്ള ജനകീയനായ കലാകാരൻ. ഇതൊക്കെയാണ് ഏതൊരെഴുത്തുകാരനും ലഭിക്കാത്ത പ്രേക്ഷക സ്വീകാര്യതയ്ക്ക് കാരണവും. നവോത്ഥാന ചിന്തകരായ ഒരു കൂട്ടം യുവജനങ്ങളുടെ ശ്രമഫലമായി 1992 സ്ഥാപിതമായ കേളി കിഴക്കനേല എന്ന സാംസ്കാരിക സംഘടന 3 പതിറ്റാണ്ടിൻ്റെ നിറവിലാണ്. പ്രഭാഷകനും ചിന്തകനും എഴുത്തുകാരനുമായ യശശരീരനായ വേദശ്രീ S. കേരളകുമാറും രാജൻ കിഴക്കനേലയും രക്ഷാധികാരികളായ കേളി നാടിൻ്റെ കലാപാരമ്പര്യത്തിന് പിൻതലമുറക്കാരാകുന്നു. ജില്ലാ സംസ്ഥാന പുരസ്കാരങ്ങൾ അനവധി തവണ കിഴക്കനേലയിൽ വീണ്ടുമെത്തി. അക്ഷരാർത്ഥത്തിൽ ഒരു നാടക ഗ്രാമമായി മാറുകയായിരുന്നു കിഴക്കനേല. മലയാള നാടകരംഗത്ത് അത്യപൂർവ പ്രതിഭയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ശ്രീ രാജൻ കിഴക്കനേല. എൻ്റെ സ്വദേശി കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാവനകളെ അനുസ്മരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ അഭിമാനം ഞാൻ ആദ്യമേ തന്നെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 250-ലധികം നാടകങ്ങൾ രചിച്ച് 15ഓളം സീരിയലുകൾക്ക് തിരക്കഥ എഴുതി, 4ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതി, കലാരംഗത്ത്, നാടകരംഗത്ത്, രചനാരംഗത്ത് വൈഭവം പ്രകടിപ്പിച്ച രാജൻ കിഴക്കനേല കലാകേരളത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ എത്രമാത്രം അഭിനന്ദിച്ചാലും അനുമോദിച്ചാലും മതിയാകില്ല. സമകാലിക സാഹിത്യ സംഭാവനകളെ സംബന്ധിച്ച്, പ്രവണതകളെ സംബന്ധിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുകയും വിലയിരുത്തുകയും അത് കൃത്യതയോടുകൂടി വിലയിരുത്തി ആസ്വാദക ലോകത്തെ അറിയിക്കാനും ഒക്കെയുള്ള അനിതര സാധാരണമായിട്ടുള്ള വൈഭവം കൂടിയുള്ള ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. തന്നെ നാടകങ്ങൾ നിരവധി സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭാവനകൾ കലാരംഗത്ത്, കലാലോകത്തിന് നൽകിയ ശ്രീ രാജൻ കിഴക്കനേലയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശ്വരീയമായി കിട്ടിയ കലയുടെ കൈപുണ്യം ഒരിക്കലും ജാതിക്കും മതത്തിനും ഗ്രൂപ്പുകൾക്കും അടിയറ വയ്ക്കാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച മനസ്സിൻ്റെ ഉടമ. ജന്മവാസനയെ വിൽപ്പന ചരക്കാക്കാതെ ഈശ്വരാംശങ്ങളെ പകർത്തിയെഴുതിയ അക്ഷരത്തെറ്റുകളില്ലാത്ത രചനാ വൈഭവം, അരനൂറ്റാണ്ടുകാലത്തെ അർത്ഥപൂർണമായ കലാസപരി, കിഴക്കനേലയുടെ അക്ഷരപുണ്യം മലയാള നാടക ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടും രാജൻ കിഴക്കനേല എന്ന നാമധേയം.
കോവിഡ് എന്ന മഹാമാരി തകർത്തെറിഞ്ഞ നാടകരാവുകൾക്ക് ശേഷം പുതിയ രചനയുടെ തിരക്കുകളിലാണ് രാജൻ കിഴക്കനേലയുടെ സുവർണ തൂലിക. സമാനതകളില്ലാത്ത കലാജീവിതത്തിൻ്റെ തുടർച്ചയിൽ കിഴക്കനേലയുടെ സ്വന്തം രാജൻ കിഴക്കനേല, അരങ്ങിലെ അക്ഷരഗുരു.